കോഴിക്കോട് കണ്ണാടിക്കലിൽ പുഴ കരകവിഞ്ഞൊഴുകി 200-ലധികം വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ വീടുകളിൽ നിന്നെല്ലാം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2019 ശേഷം ഇതാദ്യമായിട്ടാണ് പ്രദേശത്ത് ഇത്രയധികം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. കണ്ണാടിക്കലിൽ വലിയ തോതിൽ വെള്ളം വീടുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. 2018-ലും 19-ലും ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷമൊന്നും കാര്യമായ വെള്ളം കയറിയിട്ടും ഇല്ല. ഇപ്പൊ കുറെ കാലമായി ഇവിടെ താമസിക്കുന്നത്? ഞാനിവിടെ ജനിച്ച തന്നെ. 10-70 വയസ്സായി. ഇങ്ങനെ വെള്ളം ഒരുപാട് തവണ ഒന്നും കയറിയിട്ടില്ലല്ലോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നത് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും കൂടെ തുറന്നു കഴിഞ്ഞാൽ പൊട്ടിയിട്ടൊക്കെ കൂടെ വന്നാണ്. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ വീട് കണ്ടില്ലേ? വീടിന്റെ പകുതിയിലധികം മുങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്. ആ കിടപ്പ് രോഗിയെ മാറ്റുന്നതിന് വേണ്ടി ഫയർഫോഴ്സിന്റെയും MLA K. ജയന്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലേക്ക് എത്തിയതാണ്. അതെ, 2018 ഇവിടുത്തെ ടോപ്പ് വെള്ളപ്പം. അന്ന് രണ്ടുപേര് മരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വർഷമൊക്കെ എന്തായാലും ഇല്ല, വെള്ളം കയറിയിട്ടില്ല. ഇപ്പൊ വർഷങ്ങളായിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം ഒരു ടൈം മാത്രം കുറച്ച് വെള്ളം വന്നു. പിന്നെ അത്രയില്ല. ഇതുപോലെ ഒന്നും വന്നില്ല. വെള്ളം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ, വലിയ മഴ ഇല്ല എന്നൊരു ആശ്വാസം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ചെറിയ മാറ്റം വന്നാൽ പോലും ഇനി 1 ഇഞ്ച് കയറിയാൽ നിങ്ങൾ വിളിച്ചേക്കണം. പിന്നെ 2018-ലും 19-ലും കാര്യമായി വെള്ളം കയറിയ പ്രദേശമാണിത്. അതിനുശേഷം ഇങ്ങോട്ട് അത്രയൊന്നും വെള്ളം കയറിയിരുന്നില്ല. ഇപ്പോഴാണ് വെള്ളം കയറുന്നത്. അതിന്റെ ഒരു ആശങ്ക പല ആളുകൾക്കും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരിവിടെ നിന്ന് മാറാൻ പെട്ടെന്ന് തയ്യാറായിട്ടുമുണ്ട്. 2 നില 2 നില വീടുകളുള്ള ചിലയിടങ്ങളിൽ മാത്രം അവർ വീടുകളിൽ തുടരുന്നുമുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നാട്ടുകാരും മറ്റ് സേനാ വിഭാഗങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. കണ്ണാടിക്കൽ ഭാഗത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. നിഖിൽ ജോസഫിനൊപ്പം കണ്ണാടിക്കലിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.